Hi friends, welcome to Nutty Hives. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ചിക്കൻ മജ്ബൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ടേസ്റ്റി ആയത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുൻപ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്നും പ്രസ് ചെയ്യണം. ആദ്യം നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. ഞാനിവിടെ 1 കിലോ ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നന്നായി ക്ലീൻ ചെയ്ത് 20 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തിയതാണ്. പിന്നെ ചിക്കൻ 1 കിലോ വലിയ പീസാണ് വേണ്ടത്. ഞാനിവിടെ ലെഗ് പീസാണ് എടുത്തിട്ടുള്ളത്. 2 മീഡിയം സൈസ്ഡ് സവാള കട്ട് ചെയ്തത്, 2 ചെറിയ തക്കാളി കട്ട് ചെയ്തത്, ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ചതച്ചത് 2 ടേബിൾ സ്പൂൺ, മജ്ബൂസ് മസാല 3 ടേബിൾ സ്പൂൺ, 1/4 ടീസ്പൂൺ ഗരം മസാല, 2 ഉണക്കനാരങ്ങയും 1 ചിക്കൻ സ്റ്റോക്കും ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ലെമൺ ജ്യൂസ് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളകും 4 പീസ് കറുകപ്പട്ടയും എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്. ആദ്യം ഞാൻ നമ്മുടെ കുക്കറിലേക്ക് 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച കറുകപ്പട്ടയും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ച സവാള ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉണക്കനാരങ്ങ ചേർത്ത് കൊടുക്കാം. നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ച തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഗരം മസാല 1/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. പിന്നെ നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി. ഞാനിവിടെ 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമുക്കിനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച മജ്ബൂസ് മസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട് ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കന് ഹാഫ് വേവായിട്ടുണ്ട്. ഞാനിത് ഫ്രൈ ചെയ്യാനായിട്ട് അതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ നമ്മുടെ മസാലയിലേക്ക് ബസ്മതി റൈസും അതുപോലെ തന്നെ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന നിലക്ക് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. നമുക്കിനിത് വെന്ത് വരാനായിട്ട് ഇത് അടച്ചു വെക്കാം. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ചിക്കന് ഫ്രൈ ചെയ്തെടുക്കാം.
അങ്ങനെ നമ്മുടെ മജ്ബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ അടിപൊളി മജ്ബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.